ഷെൻസി ജോൺ. ഷെൻസി ജോൺ എന്ത് ചെയ്യുന്നു? വീട്ടമ്മയാണ്. വീട്ടമ്മ. വീട്ടിൽ ആരൊക്കെയുണ്ട്? ഹസ്ബൻഡ്, 2 മക്കള്. മക്കള് എന്ത് ചെയ്യുന്നു? മക്കള് മൂത്ത മോൻ സൗദിയിൽ സേഫ്റ്റി ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു. വിവാഹം കഴിഞ്ഞിട്ടില്ല, വിവാഹം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. മോള് ഡിഗ്രി കഴിഞ്ഞ് വീട്ടിലുണ്ട്, അവളും ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതിനു മുമ്പ് ബൈബിൾ ക്വിസ് മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഇങ്ങനെ ഒരു മത്സരത്തിൽ ആദ്യമായിട്ടാണ്. ഇങ്ങനെ ഒരു മത്സരത്തിൽ ആദ്യമായിട്ടെങ്കിൽ എഴുതാനൊക്കെ പോയിട്ടുണ്ട്? എഴുതാനൊക്കെ അത്യാവശ്യമൊക്കെ സെന്ററിലും താലന്ത് പരിശോധനയിലൊക്കെ ഒന്ന്. സെന്ററിൽ താലന്ത് പരിശോധന നല്ലപോലെ വായിക്കണം. ചില ആളുകൾ ഇങ്ങനെ പറയും, ഈ അയ്യോ ഞാൻ വായിച്ചിട്ടില്ല, എന്നാലും അവർ വേഗത്തിൽ ഉത്തരം പറയുന്ന ആളുകളുണ്ട്. നമുക്ക് പരിശോധിക്കാം. ഭൂമിയിൽ എന്തു വരുത്തുവാനാണ് യേശു ക്രിസ്തു വന്നത്? ഓപ്ഷൻ എ വാൾ, ഓപ്ഷൻ ബി സമാധാനം, ഓപ്ഷൻ സി രക്ഷ, ഓപ്ഷൻ ഡി നീതി. ഞാൻ ഭൂമിയിൽ ഇത് വരുത്താൻ വന്നിരിക്കുന്നു എന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. ഏതാണത്? At Bethel Medical Mission Hospital, every surgery is more than medicine. It's a mission of healing led by faith and expertise. ആരോഗ്യമേഖലയിൽ ഒരു മികച്ച കരിയറാണോ നിങ്ങളുടെ ലക്ഷ്യം? പഠിക്കുവാൻ ആഗ്രഹിച്ചിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ? എങ്കിലിതാ നിങ്ങളെ സഹായിക്കുവാൻ ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് ഹോസ്മൻ ഹോസ്പിറ്റൽ എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് നിങ്ങൾക്കൊപ്പം. ബഥേൽ മെഡിക്കൽ മിഷൻ നിങ്ങൾക്കായി ഒരുക്കുന്ന കോഴ്സുകൾ: ഫിസിയോതെറാപ്പി ഡോക്ടർ കോഴ്സ്, BSc ഇൻ നഴ്സിംഗ്, MSc ഇൻ നഴ്സിംഗ്, PBBSc, GNM, BSc OTT അനസ്തേഷ്യ +1, അതുപോലെ ഡിഗ്രി കോഴ്സുകൾ BBA, BCom, BCA എന്നിവയാണ്. ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഈ സുവർണാവസരം നിങ്ങൾ പാഴാക്കാതെ നിങ്ങളുടെ ലക്ഷ്യം നേടൂ. അതിനായി നിങ്ങൾ താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക: 8861517777. ഗുഡ് ന്യൂസ് പെന്തക്കോസ്റ്റിന്റെ മുഖശോഭ. ഓരോ ആഴ്ചയിലും ഗുഡ് ന്യൂസ് വാരിക, ഓരോ മിനിറ്റിലും ഓൺലൈൻ ഗുഡ് ന്യൂസ്, ഓരോ കാഴ്ചയിലും ഗുഡ് ന്യൂസ് ലൈവ്. വായിക്കുക, കാണുക, കേൾക്കുക. പെന്തക്കോസ്റ്റിന്റെ ചരിത്രം വിരൽത്തുമ്പിൽ. ഗുഡ് ന്യൂസ്. വിവാഹം അത് മാന്യവും വിശുദ്ധവുമാണ്, ദൈവവുമായുള്ള ഉടമ്പടി. തക്ക തുണ ദൈവം തരുന്ന സമ്മാനം. അത് ഗുഡ് ന്യൂസിലൂടെ ആവട്ടെ. ഓൺലൈൻ ഗുഡ് ന്യൂസ് മാട്രിമോണി. കൂടുതൽ വിവരങ്ങൾക്ക് 9473727226 9400520909. Bethel Medical Mission Hospital and Educational Group, Bangalore. Bible Brains, powered by Good News Live. ബൈബിൾ ബ്രെയിൻസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. നമ്മുടെ മത്സരാർത്ഥികൾ തികഞ്ഞ ഉറപ്പോടും ധൈര്യത്തോടും കൂടെ നമ്മുടെ ചോദ്യങ്ങളെ നേരിടാൻ പലതവണകളായി വന്നു. ചിലർ അതിൽ വളരെ ഭംഗിയായി പഠിച്ച് വിജയിച്ച ആളുകളുണ്ട്, ചിലർ കുറച്ചൊക്കെ പ്രയാസപ്പെട്ടിട്ടുണ്ട്. എന്നാലും എല്ലാവരും മികച്ച രീതിയിൽ അതിനുവേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മളോടൊപ്പം മത്സരിക്കാൻ ഒരു മത്സരാർത്ഥി കൂടെ ഉണ്ട്. ഇന്നത്തെ എപ്പിസോഡിലെ മത്സരാർത്ഥിയെ നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം, ഗുഡ് ന്യൂസിലേക്ക് സ്വാഗതം. എന്താണ് പേര്? ഷെൻസി ജോൺ. ഷെൻസി ജോൺ എന്ത് ചെയ്യുന്നു? വീട്ടമ്മയാണ്. വീട്ടമ്മ. വീട്ടിൽ ആരൊക്കെയുണ്ട്? ഹസ്ബൻഡ്, 2 മക്കള്. മക്കള് എന്ത് ചെയ്യുന്നു? മക്കള് മൂത്ത മോൻ സൗദിയിൽ സേഫ്റ്റി ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു. വിവാഹം കഴിഞ്ഞിട്ടില്ല, വിവാഹം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. മോള് ഡിഗ്രി കഴിഞ്ഞ് വീട്ടിലുണ്ട്, അവളും ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ഡിഗ്രി കഴിഞ്ഞിട്ടിരിക്കും. മൂത്ത മകന് വിവാഹം അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ്. ഗുഡ് ന്യൂസിന് പ്രത്യേകം മാട്രിമണി ഉണ്ട്. എല്ലാ നമ്മുടെ ചാനലിലും വാരികയിലും ഒക്കെ മാട്രിമണി പ്രത്യേകം പ്രസിദ്ധീകരിക്കുന്നതാണ്. ഇപ്പോൾ വിവാഹ ആലോചനകൾ അനുയോജ്യമായ വധൂവരന്മാരെ കണ്ടെത്താൻ ഗുഡ് ന്യൂസ് മാട്രിമണി വളരെ നല്ലൊരു ചോയ്സ് ആണ്. അത് രജിസ്റ്റർ ചെയ്യുക. കൊടുത്തിട്ടുണ്ട്. അപ്പം വളരെ നല്ല കാര്യം. വേഗത്തിൽ ആ കാര്യങ്ങൾ സാധ്യമാകട്ടെ, സന്തോഷകരമാകട്ടെ എന്ന് എല്ലാ ആശംസകളും നൽകുന്നു. അപ്പൊ ഇതിനു മുമ്പ് ബൈബിൾ ക്വിസ് മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഇങ്ങനെ ഒരു മത്സരത്തിൽ ആദ്യമായിട്ടാണ്. എങ്കിലും എഴുതാനൊക്കെ പോയിട്ടുണ്ട്? എഴുതാനൊക്കെ അത്യാവശ്യമൊക്കെ സെന്ററിലും താലന്ത് പരിശോധനയിലൊക്കെ ഒന്ന്. സെന്ററിൽ താലന്ത് പരിശോധന, സോദരി സമാജത്തിന്റെ താലന്ത് പരിശോധന, കോവിഡിന്റെ സമയത്ത്. സോൺ തലത്തിലൊക്കെ മത്സരിക്കാൻ പോയിട്ടുണ്ടോ? സോണിലൊന്നും പോയിട്ടൊന്നുമില്ല. സോണിലേക്ക് മത്സരിക്കാൻ പോയിട്ടുണ്ട്? ഇല്ല. ചെറുപ്പത്തിൽ സൺഡേ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പോയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇന്ന് നമുക്ക് പരിശോധിക്കാം. നല്ലപോലെ വായിച്ചിട്ടുണ്ടോ? നല്ലപോലെ വായിച്ചു. പറയാൻ പറ്റില്ല.
അത്ര പഠിച്ചിട്ടില്ല, വായിച്ചിട്ടില്ല. അത്ര വായിച്ചിട്ടില്ല. നല്ലപോലെ വായിക്കണം. ചിലപ്പോൾ ചില ആളുകൾ ഇങ്ങനെ പറയും, ഈ അയ്യോ ഞാൻ വായിച്ചിട്ടില്ല, എന്നാലും അവർ വേഗത്തിൽ ഉത്തരം പറയുന്ന ആളുകളുണ്ട്. നമുക്ക് പരിശോധിക്കാം എങ്ങനെയാണ്. നമ്മുടെ മത്സരത്തിലേക്ക് പോകാം. മത്സരത്തിന്റെ പാറ്റേൺ ഞാനത് പരിചയപ്പെടുത്തിയാണ്, ശ്രദ്ധിക്കാം. 15 ചോദ്യങ്ങളാണ് നമുക്കുള്ളത്. അതിൽ ആദ്യത്തെ 5 ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ, 6 ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ 1000 രൂപ സമ്മാനം. അടുത്ത 4 ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ 3000. അടുത്ത 5 ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ 10,000 രൂപയുടെ ബമ്പർ സമ്മാനം. അങ്ങനെ 15 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞാൽ ബമ്പർ സമ്മാനവുമായി സന്തോഷത്തോടെ പോകാം. 15ന് ഉത്തരം പറയാൻ പരിശ്രമിക്കുക. ഇടയ്ക്ക് വെച്ച് അതിൻ്റെ നിബന്ധനകൾ ഞാൻ വീണ്ടും ഓർപ്പിക്കാം. അപ്പം ഇനി മത്സരത്തിലേക്ക് പോകാം. എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടോ? ഇല്ല. എന്തെങ്കിലും ടെൻഷൻ തോന്നുന്നുണ്ടോ? ടെൻഷനുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ബൈബിൾ ബ്രെയിൻസ് ആളുകൾക്ക് പുതിയൊരു ടെൻഷനായി തീരരുത്. വചനം പറയുന്നുണ്ട്, നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. ഇതും കൂടെ കർത്താവിൻ്റെ മേൽ ഇടുക. അപ്പൊ നമുക്ക് ഒരുമിച്ച് മത്സരത്തിലേക്ക് പോകാം. ഓക്കെ. ആദ്യത്തെ റൗണ്ടിലെ ആദ്യത്തെ ചോദ്യം. അന്നാളിൽ ഞാൻ ഉച്ചയ്ക്ക് സൂര്യനെ അസ്തമിപ്പിക്കുകയും പട്ടാപ്പകൽ ഭൂമിയെ ഇരുട്ടാക്കുകയും ചെയ്യുമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏത് പുസ്തകത്തിൽ? ഓപ്ഷൻ എ മത്തായി, ഓപ്ഷൻ ബി ഉൽപ്പത്തി, ഓപ്ഷൻ സി ആമോസ്, ഓപ്ഷൻ ഡി 1 ശൗമി. ഏത് പുസ്തകത്തിലാണ് ഈ വാക്യം? അന്നാളിൽ എന്ന പ്രയോഗം വായിക്കാൻ തന്നെ ഏത് പുസ്തകത്തിലാണ്? അന്നാളിൽ ഞാൻ ഉച്ചയ്ക്ക് സൂര്യനെ അസ്തമിക്കുകയും പട്ടാപ്പകൽ ഭൂമിയെ ഇരുട്ടാക്കുകയും ചെയ്യും എന്ന ഏത് പുസ്തകത്തിലാണ്? ആമോസ് ആണോ എന്നൊരു സംശയം. ആമോസ്. ഓപ്ഷൻ സി ഉറപ്പിക്കാം. ഓപ്ഷൻ സി ആമോസ് എന്ന ഉത്തരം ഉറപ്പിക്കുകയാണ്. ആമോസ് ആയിരിക്കാമല്ലേ? ചെറിയ ആശങ്കയുണ്ട്. ഓക്കെ, ഓപ്ഷൻ സി ആമോസ് എന്ന ഉത്തരം ശരിയാണോ? യെസ്, ആമോസ് എന്ന ഉത്തരം വളരെ ശരിയാണ്. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. വളരെ ശ്രദ്ധിച്ചും ആലോചിച്ചും വേണം ഉത്തരം പറയാൻ. ഒരു എടുത്തുചാട്ടം ഒന്നും വേണ്ട, മുമ്പിലേക്ക് പോകാം. ഓക്കെ, ആദ്യത്തെ റൗണ്ടിലെ രണ്ടാമത്തെ ചോദ്യം. ഭൂമിയിൽ എന്തു വരുത്തുവാനാണ് യേശു ക്രിസ്തു വന്നത്? ഓപ്ഷൻ എ വാൾ, ഓപ്ഷൻ ബി സമാധാനം, ഓപ്ഷൻ സി രക്ഷ, ഓപ്ഷൻ ഡി നീതി. ഞാൻ ഭൂമിയിൽ ഇത് വരുത്താൻ വന്നിരിക്കുന്നു എന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. ഏതാണ്? വാൾ, സമാധാനം, രക്ഷ, നീതി. ഓപ്ഷൻ എ. ഓപ്ഷൻ എ വാൾ. ഉറപ്പാണ്? ഓപ്ഷൻ എ വാൾ എന്ന് ഉത്തരം ഉറപ്പിക്കുന്നു. യോ, വാള് വരുത്താനാണോ കർത്താവ് വന്നേ? വചനം അങ്ങനെ പറയുന്നുണ്ടല്ലേ. നമുക്ക് നോക്കാം. ഓപ്ഷൻ എ വാൾ എന്ന ഉത്തരം ശരിയാണോ? യെസ്, വാൾ എന്ന ഉത്തരം വളരെ ശരിയാണ്. ടെൻഷൻ മുഖത്തുനിന്ന് മാറുന്നതായിട്ടേ എനിക്ക് തോന്നുന്നില്ല. മുഖത്തുനിന്ന് ഞാൻ ഇങ്ങനെ വല്ലാത്തൊരു വെപ്രാളത്തിൽ, ഈ ചൂടിനകത്ത്, ഈ കോട്ടിനകത്ത് ഞാൻ എരിപരി കൊണ്ടിരിക്കുകയാണ്, അതിലും എരിപരി കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സങ്കടപ്പെടുകയൊന്നും വേണ്ട, ധൈര്യമായിട്ട് മുന്നോട്ട് പോവാം അല്ലേ. ഇത് വളരെ ചെറിയൊരു മത്സരം, അത്രയേ ഉള്ളൂ. നമ്മളതിനകത്ത് വരുന്നു, പങ്കെടുക്കുന്നു, നമ്മുടെ ഒരു സന്തോഷം, ജീവിതത്തിൽ ഒരു ഓർമ്മ, അത്രത്തോളം ഉള്ളൂ. അല്ലാതെ ഇത് വലിയൊരു കാര്യമായിട്ട് ചിന്തിച്ച് മനസ്സിലൊരു പ്രയാസം ഉണ്ടാകണ്ട. ഓക്കെ ആണോ? ഓക്കെ. ആദ്യത്തെ റൗണ്ടിൽ മൂന്നാമത്തെ ചോദ്യം. അവന്റെ ഹൃദയം അവന്റെ ഉള്ളിൽ നിർജീവമായി, അവൻ കല്ലിച്ചുപോയി. ആര്? ഓപ്ഷൻ എ ഫറവോൻ, ഓപ്ഷൻ ബി നാബാൽ, ഓപ്ഷൻ സി ശൗൽ, ഓപ്ഷൻ ഡി ദാവീദ്. ആരാണ്? ഓപ്ഷൻ ബി നാബാൽ. ഓപ്ഷൻ ബി നാബാൽ എന്ന് ഉത്തരം ഉറപ്പിക്കുന്നു. കല്ലിച്ചുപോയത് നാബാലിന്റെ ഹൃദയമാണ് എന്നുള്ളതാണല്ലേ? ഉറപ്പാണ്? സംശയലേശവിന് ഉറപ്പോടൊരു ഉത്തരം പറയുകയാണ്. നമുക്ക് നോക്കാം. ഓപ്ഷൻ ബി നാബാൽ എന്ന ഉത്തരമാണോ ശരി? യെസ്, ആ ഉത്തരം വളരെ ശരിയാണ്. അങ്ങനെ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു. ഇടയ്ക്കൊരു സമ്മാനത്തുക മിന്നി മറയുന്നുണ്ട്, പക്ഷെ അത് തരില്ല. അതെന്താ തരാത്തെന്ന് ചോദിച്ചാൽ 6 ചോദ്യങ്ങൾക്ക് ഉത്തരം പൂർത്തിയായി കഴിഞ്ഞ് ഒരു സമ്മാനത്തുക നമ്മൾ തരും. അതൊരു സമ്മാനത്തുക ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ 6 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം. ഇനി കടന്നു പോകാനുണ്ട് 3 ചോദ്യങ്ങൾ കൂടെ. പോകാൻ നമുക്ക് മുമ്പിലേക്ക്.
ഈ റൗണ്ടിലെ 4ാമത്തെ ചോദ്യം. പർവ്വതങ്ങൾക്ക് മീതെ എത്ര മുഴം ഉയരത്തിലാണ് വെള്ളം പൊങ്ങിയത്? ഓപ്ഷൻ എ 20, ഓപ്ഷൻ ബി 10, ഓപ്ഷൻ സി 15, ഓപ്ഷൻ ഡി 30. ഓപ്ഷൻ സി 15. ഓപ്ഷൻ സി 15. ഓക്കെ, ഓപ്ഷൻ സി 15. അത് പെട്ടെന്ന് ചാടി ഉറപ്പോട് പറഞ്ഞു. പാസ്റ്റർ ഇടയ്ക്ക് എങ്ങനെ പ്രസംഗിച്ചു? ഇല്ല. ഇല്ല. ഇല്ല, വായിച്ചു. വായിച്ചപ്പോ ഈ 15 അങ്ങനെ പ്രത്യേകിച്ച് ഒത്തിരി കണക്കുള്ളപ്പോ ഈ 15 എങ്ങനെ മനസ്സിൽ പതിഞ്ഞു? പ്രത്യേകിച്ച് പ്രളയത്തോടുള്ള ബന്ധത്തില് കുറെ കണക്കുകളുണ്ട്. അതെല്ലാം ഒന്ന് ശ്രദ്ധിച്ചിരുന്നു. അതെല്ലാം ഒന്ന് ശ്രദ്ധിച്ചിരുന്നു. പെട്ടെന്ന് 15 എന്ന് പറഞ്ഞുകൊണ്ട്. ഓക്കെ, 4ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ സി 15 എന്നുത്തരം ശരിയാണോ? ആ ഉത്തരവും വളരെ ശരിയാണ്. അങ്ങനെ 4 ചോദ്യങ്ങൾ നമ്മൾ കടന്നു. ഇനി ഈ റൗണ്ടിലെ 2 ചോദ്യങ്ങളിലൂടെ കടക്കുക. മുമ്പിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് മുമ്പിലേക്ക് പോകാം. ആദ്യത്തെ റൗണ്ടിലെ 5ാമത്തെ ചോദ്യം. ഞങ്ങളുടെ വായ് നിങ്ങളോട് തുറന്നിരിക്കുന്നു എന്ന് പൗലോസ് പറയുന്നത് ആരോടാണ്? ഓപ്ഷൻ എ മക്കദോന്യരോട്, ഓപ്ഷൻ ബി കൊരിന്ത്യരോട്, ഓപ്ഷൻ സി വിശുദ്ധന്മാരോട്, ഓപ്ഷൻ ഡി ത്രോവാസിലുള്ളവരോട്. ഞങ്ങളുടെ വായ് നിങ്ങളോട് തുറന്നിരിക്കുന്നു. ഓപ്ഷൻ ബി കൊരിന്ത്യരോട്. ഓപ്ഷൻ ബി കൊരിന്ത്യരോട്. ഓക്കെ, എന്താ കൊരിന്ത്യരോടാണെന്ന് ഉറപ്പിക്കാൻ കാരണം? കൊരിന്ത്യലേഖനമാണല്ലോ പഠിക്കാൻ തന്നിരിക്കുന്നത്, അപ്പൊ കൊരിന്ത്യരോടായിരിക്കും അല്ലേ? കൊരിന്ത്യരി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഓപ്ഷൻ ബി കൊരിന്ത്യരോട് എന്നുത്തരം ശരിയാണോ? യെസ്, ആ ഉത്തരവും വളരെ ശരിയാണ്. അങ്ങനെ ഇനി ഒരു ചോദ്യം കൂടെ ഒരു സമ്മാനത്തുകയിലെത്താൻ, അതുകൂടെ ശരിയാക്കാൻ കഴിയട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. അതുകൂടെ ശരിയാക്കുമ്പോൾ ഒന്ന് ചിരിക്കണം കേട്ടോ. ഓക്കെ, ഈ റൗണ്ടിലെ അവസാനത്തെ ചോദ്യം. എഫ്രാത്തിന് സമീപം അടക്കം ചെയ്തത് ഇവരിൽ ആര്? ഓപ്ഷൻ എ സാറ, ഓപ്ഷൻ ബി ബിൽഹ, ഓപ്ഷൻ സി ഇസഹാക്ക്, ഓപ്ഷൻ ഡി റാഹേൽ. ഇവരിൽ ആരെയാണ് എഫ്രാത്തിന് സമീപം അടക്കം ചെയ്തത്? ഓപ്ഷൻ ഡി റാഹേൽ. ഓപ്ഷൻ ഡി റാഹേൽ. വായിച്ച ഓർമ്മയിലാണോ പ്രസംഗം കേട്ട ഓർമ്മയിലാണോ? രണ്ടുമുണ്ട്. റാഹേൽ വളരെ പരിചയമുള്ളൊരു, നമ്മുടെ അയൽവക്കത്തുള്ളൊരു ആളെ പോലെ അല്ലേ? റാഹേലിനെ കുറിച്ച് എത്ര പ്രസംഗങ്ങൾ കേട്ടിരിക്കുന്നു. അപ്പൊ നമുക്ക് വളരെ പരിചയമുള്ള, അടുത്തറിയാവുന്ന ആളാണ് റാഹേൽ. റാഹേലിനെയാണ് വഴിയരികിൽ അടക്കം ചെയ്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഓപ്ഷൻ ഡി റാഹേൽ എന്നുത്തരം ശരിയാണോ? യെസ്, ആ ഉത്തരവും ശരിയാണ്. അങ്ങനെ 1ാമത്തെ റൗണ്ട് വളരെ വിജയകരമായി പൂർത്തീകരിച്ച് 1000 രൂപ ഉറപ്പായ ഒരു സമ്മാന തുകയിലെത്തി. ഇനി ഒന്ന് ചിരിച്ചേ, ഞാൻ മുഖത്തെ സന്തോഷം ഞാനൊന്ന് കാണട്ടെ. കാരണം ഈ ടെൻഷനകത്തിരിക്കുന്നതുകൊണ്ടേ ചില ആളുകളൊക്കെ എന്നാൽ വളരെ കൂളായിട്ട് ടെൻഷൻ ഉണ്ടെങ്കിലും മുഖത്തത് പ്രകടിപ്പിക്കും. പക്ഷെ ഇത് ഞാൻ മുഖത്തുനിന്ന് ഓരോ പ്രാവശ്യം നോക്കുമ്പോഴും മുഖത്തുനിന്ന് ഇങ്ങനെ വായിക്കുന്നുണ്ട്, എൻ്റെ പാസ്റ്ററേ എന്നോട് കഠിനമായ ചോദ്യങ്ങൾ ചോദിക്കരുതേ എന്നൊരു ദയനീയത ഞാൻ ആ മുഖത്ത് കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത്. അപ്പം സന്തോഷമായില്ലേ? ഇനി പോയാലും ഒരു കുഴപ്പമില്ല, നമ്മളൊരു സമ്മാനത്തുക എത്തി. ഇനി പോകരുന്നൊരു താല്പര്യം കാണും. സമ്മാനത്തുക ഒന്നും വിഷയമല്ല. ആദ്യത്തെ റൗണ്ടെങ്കിലും ഫിനിഷ് ചെയ്യുക എന്നുള്ളതാ. ചില ആളുകൾ പേടിക്കുന്ന ഒരു കാരണം, ഞാൻ വന്ന് മത്സരിച്ചിട്ട് പെട്ടെന്ന് തോറ്റുപോയാലേ കാണുമ്പോ ആളുകൾ എന്ത് വിചാരിക്കും? അതൊന്നുമില്ല. അതൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്ത് ടെൻഷനാണ്? സാധാരണ അങ്ങനെയുള്ള ടെൻഷനാണ് ഉണ്ടാകാറുള്ളത്. എന്തു ആകട്ടെ, അടുത്ത റൗണ്ടിലേക്ക് നമുക്ക് പോകാം. എന്തുവാണ് വീട്ടിലൊക്കെ ഇരിക്കുമ്പോ ബൈബിൾ ഇങ്ങനെ വായിച്ച് പഠിക്കാറൊക്കെ ഉണ്ടോ? ബൈബിൾ വായിക്കും, പ്രസംഗങ്ങൾ കേൾക്കും. അതാണല്ലേ, യൂട്യൂബ് ഒക്കെ ഉള്ളതുകൊണ്ട്. ആരുടെ പ്രസംഗം യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത്? ഒരു ഇഷ്ടപ്പെട്ട ഒരു പ്രസംഗം ഇപ്പൊ ഉള്ളതിൽ? സജു ചാത്തന്നൂരിന്റെ കേൾക്കും. പിന്നെ കൺവെൻഷൻ കഴിഞ്ഞതിന്റെ അതൊക്കെ കുറെ കേൾക്കും. സജു ചാത്തന്നൂരിന്റെ കേൾക്കും. അപ്പൊ യുദ്ധമൊക്കെ ആയപ്പോ കർത്താവ് വരുന്നു എന്നൊരു പേടിയും കൂടെ അകത്തുണ്ടല്ലേ? പേടിയല്ല, ഒരു പ്രത്യാശ. മറ്റുള്ളവരൊക്കെ ചോദിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ പറയണം. പിന്നെ ആ പ്രസംഗങ്ങൾ ഉപകരിക്കും എന്ന് വിലയിരുത്തുന്നു. ഓക്കെ, നമുക്ക് 2ാമത്തെ റൗണ്ടിലേക്ക് പോകാം. 2ാമത്തെ റൗണ്ടിൽ 2 ഓപ്ഷനാണ് നമ്മുടെ മുൻപിലുള്ളത്. ഒന്നുകിൽ പുതിയ നിയമം അല്ലെങ്കിൽ പഴയ നിയമം. ഏതെങ്കിലും ഒന്നിൽ നിന്നായിരിക്കും ചോദ്യങ്ങൾ. ഏതാണ് തിരഞ്ഞെടുക്കുന്നത്? പഴയ നിയമം. ഓക്കെ, പഴയ നിയമത്തിൽ നിന്ന് 2ാമത്തെ റൗണ്ടിലെ ആദ്യത്തെ ചോദ്യം. 40 വർഷം ഇസ്രായേലിനെ യഹോവ മരുഭൂമിയിൽ കൂടെ നടത്തിയത്
ആരുടെ ദേശത്തെ കൈവശമാക്കേണ്ടതിനാണ് എന്നാണ് ആമോസിന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻ എ ഏദോമ്യർ, ഓപ്ഷൻ ബി മോവാബ്യർ, ഓപ്ഷൻ സി അമോര്യർ, ഓപ്ഷൻ ഡി ദമ്മശേക്ക്. ആരുടെ ദേശത്തെ കൈവശമാക്കേണ്ടതിനാണ് 40 വർഷം ഇസ്രായേലിനെ യഹോവ മരുഭൂമിയിൽ കൂടെ നടത്തിയത്? ആമോസിന്റെ പ്രവചന പുസ്തകത്തിലെ വാക്യം. ഓപ്ഷൻ ഓപ്ഷൻ ഡി ദമ്മശേക്ക്. ഉറപ്പിക്കാം. ഓക്കെ, ഓപ്ഷൻ ഡി ദമ്മശേക്കരുടെ എന്ന ഉത്തരമാണ് ആന്റി ഉറപ്പിക്കുന്നത്. മാറ്റം ഉണ്ടായെങ്കിലോ? മാറ്റം ഉണ്ടായെങ്കിൽ നമുക്കൊരു പാട്ടുണ്ടല്ലോ, ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്കൾ സാരമില്ലെന്ന് ഓതിടും തന്മാർവിൽ എന്നെ ചേർത്തിടും. അപ്പൊ അങ്ങനെ പറഞ്ഞാ സാരമില്ല, സ്വർഗത്തിൽ പോവാനുള്ള കാര്യമൊന്നല്ല. അപ്പൊ ഇത് അങ്ങനെ അധികമായിട്ട് ബാധിക്കുന്ന കാര്യമില്ല, സാരമില്ല. എങ്കിലും ശരിയാകാനും ശരിയാകാതിരിക്കാനും സാധ്യതയുണ്ട്. ആന്റിയുടെ മനസ്സിലെ ഉറപ്പ് എന്താണ്? ഓരോന്നേ ഇത് പറഞ്ഞിട്ട് വായിച്ചു, പക്ഷെ ഒരു കൺഫ്യൂഷൻ വരണം, ചെറിയൊരു കൺഫ്യൂഷൻ അതിനകത്ത് വരുന്നുണ്ട്. മുൻപിലേക്ക് പോകുന്നതിൽ നമുക്ക് നോക്കാം. 7ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ഡി ദമ്മശേക്യരുടെ എന്നാണോ ആമോസ് പറഞ്ഞത്? അല്ല. ഓപ്ഷൻ സി അമോര്യരുടെ ദേശത്തെ കൈവശമാക്കേണ്ടതിനാണ് 40 വർഷം ഇസ്രായേലിലെ യഹോവ മരുഭൂമിയിൽ കൂടെ നടത്തിയതെന്ന് ആമോസിന്റെ പുസ്തകത്തിലുള്ള രേഖപ്പെടുത്തൽ 2-ാം അധ്യായം 2-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആമോസിന്റെ പ്രവചന പുസ്തകത്തിലെ ചോദ്യങ്ങൾ വളരെ കടുപ്പമാണ്. ഒത്തിരി വ്യത്യസ്തമായ ആശയങ്ങൾ രേഖപ്പെടുത്തുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതി അത് നോക്കിയതാ ഇത് തമ്മിൽ സാരമില്ല. ഇപ്പൊ ഇത്രത്തോളം വന്നു. ആദ്യത്തെ റൗണ്ട് ഫിനിഷ് ചെയ്തു, 2ാമത്തെ റൗണ്ടിലേക്ക് കടന്നു. അത് വലിയൊരു വിജയം തന്നെയാണ്. പ്രത്യേകിച്ച് ഈ പ്രായത്തിൽ നമുക്ക് ഓർമ്മയൊക്കെ വന്നും പോയൊക്കെ നിൽക്കുന്ന സമയമാണ്. എല്ലാ കാര്യങ്ങളും നമ്മുടെ ടെൻഷൻ കാരണം ഓർത്തിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഏതായാലും വന്ന് മത്സരിച്ചത് വലിയൊരു കാര്യം. സങ്കടം തോന്നുന്നുണ്ടോ? ഇല്ല, സങ്കടം തോന്നേണ്ട കാര്യമൊന്നുമില്ല. നന്നായിട്ട് മത്സരിച്ചു. സമ്മാനം ഉണ്ട്. സമ്മാനം ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് സങ്കടപ്പെടാം. ഒരു സമ്മാനം ഇല്ലാതല്ല പോകുന്നത്. ഒരു നിശ്ചയമായ ഒരു സമ്മാനത്തിൽ പറഞ്ഞത് അമോര്യന്റെ മനസ്സ് പറഞ്ഞത് അമോര്യന്റെ ഇതാണ് ആദ്യം പറയുന്നത് കേൾക്കണം. പണ്ട് ഞങ്ങൾ ഈ പറയാൻ പറ്റുമെന്നറിയില്ല, ക്രിക്കറ്റ് കളിക്കാൻ പോകുമ്പോൾ ഞങ്ങൾക്ക് ഒരു നിയമമുണ്ട്. ക്രിക്കറ്റ് കളിക്കാൻ പോകുമ്പോൾ ഈ എറിയുമ്പോൾ ആദ്യം മനസ്സിൽ തോന്നുന്നത് ചെയ്യണമെന്നാണ് പറയുന്നത്. ഫസ്റ്റ് ടൈം ചെയ്യാന്ന് പറയും. എല്ലാ കാര്യങ്ങളും അങ്ങനെ ആദ്യം മനസ്സ് പറയുന്നത് ചെയ്യണമെന്നാണ് എല്ലാ കാര്യത്തിലും പറയുന്നത്. ആദ്യം മനസ്സ് പറഞ്ഞ അതായിരുന്നെങ്കിൽ ഒരു സംശയം ഇല്ലാതെ ചെയ്യണം. രണ്ടാമത് ചിന്തിക്കാൻ നിൽക്കുമ്പോഴാണ് ആശങ്കകൾ നമുക്കുണ്ടാകുന്നത്. ഏതായാലും പ്രിയ ഷെൻസി ആന്റിക്ക് ബൈബിൾ ബ്രെയിൻസിന്റെ സമ്മാനം നേടിയതിൽ അഭിനന്ദനം. ഇത്രത്തോളം കടന്നു വന്ന് വളരെ മനോഹരമായിട്ട് മത്സരിച്ചു, അതിനുവേണ്ടി പരിശ്രമിച്ചു, വായിച്ചെങ്കിൽ മാത്രമേ ഇത്ര ഉത്തരവാദിത്വത്തോടുകൂടെ ഉത്തരം പറയാൻ കഴിയൂ. അതിൽ പ്രത്യേകം അഭിനന്ദനം ഞങ്ങൾ അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് മകന്റെ വിവാഹവും മകളുടെ ജോലിക്കാര്യവും ഒക്കെ വേഗത്തിൽ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ സന്തോഷിപ്പാൻ ദൈവം ഇടവരുത്തട്ടെ. എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളും തുടർന്നും ബൈബിൾ വായിക്കുക, വചനത്തിൽ ഉറയ്ക്കുക, ക്രിസ്തുവിൽ വളരുക. അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു മത്സരാർത്ഥിയുമായി കണ്ടുമുട്ടുന്നവരെ ഗുഡ് ബൈ. At Bethel Medical Mission Hospital, every surgery is more than medicine. It's a mission of healing led by faith and expertise. ആരോഗ്യമേഖലയിൽ ഒരു മികച്ച കരിയറാണോ നിങ്ങളുടെ ലക്ഷ്യം? പഠിക്കുവാൻ ആഗ്രഹിച്ചിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ? എങ്കിലിതാ നിങ്ങളെ സഹായിക്കുവാൻ ബദേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് ഹോസ്മൻ ഹോസ്പിറ്റൽ എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് നിങ്ങൾക്കൊപ്പം. ബദേൽ മെഡിക്കൽ മിഷൻ നിങ്ങൾക്കായി ഒരുക്കുന്ന കോഴ്സുകൾ: ഫിസിയോതെറാപ്പി ഡോക്ടർ കോഴ്സ്, BSc ഇൻ നഴ്സിംഗ്, MSc ഇൻ നഴ്സിംഗ്, PBBSc, GNM, BSc OTT അനസ്തേഷ്യ +1, അതുപോലെ ഡിഗ്രി കോഴ്സുകൾ BBA, BCom, BCA എന്നിവയാണ്. ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഈ സുവർണ അവസരം നിങ്ങൾ പാഴാക്കാതെ നിങ്ങളുടെ ലക്ഷ്യം നേടൂ. അതിനായി നിങ്ങൾ താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക: 8861517777.
ഗുഡ് ന്യൂസ് പെന്തക്കോസ്റ്റിന്റെ മുഖശോഭ. ഓരോ ആഴ്ചയിലും ഗുഡ് ന്യൂസ് വാരിക. ഓരോ മിനിറ്റിലും ഓൺലൈൻ ഗുഡ് ന്യൂസ്. ഓരോ കാഴ്ചയിലും ഗുഡ് ന്യൂസ് ലൈവ്. വായിക്കുക, കാണുക, കേൾക്കുക. പെന്തക്കോസ്റ്റിന്റെ ചരിത്രം വിരൽത്തുമ്പിൽ. ഗുഡ് ന്യൂസ്. വിവാഹം അത് മാന്യവും വിശുദ്ധവുമാണ്, ദൈവവുമായുള്ള ഉടമ്പടി. തക്കതുണ ദൈവം തരുന്ന സമ്മാനം. അത് ഗുഡ് ന്യൂസിലൂടെ ആവട്ടെ. ഓൺലൈൻ ഗുഡ് ന്യൂസ് മാട്രിമോണി. കൂടുതൽ വിവരങ്ങൾക്ക് 944 73 72 726 94 005 20 909. Bethel Medical Mission Hospital and Educational Group, Bangalore. Bible Brains. Powered by Good News Live.